ആശാൻ്റെ ചരമ ശതാബ്ദി അല്ലേ ആചരിക്കുന്ന ഈ വർഷത്തിൽ മറ്റു പലതും ആചരിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഉള്ളൂരിൻ്റെ 2 കവിതകളാണ്, 2 വരികൾ. ഉള്ളൂരിൻ്റെ പിങ്കള എന്നൊരു കവിതയുണ്ട്. അത് വിദേഹ രാജ്യത്ത് പിങ്കള എന്ന ഒരു വേശ്യ ഒടുവിലെങ്ങനെ വാസ്തവത്തെപ്പോലെ മഗ്ദലന മറിയത്തെപ്പോലെ മാനസാന്തരം പ്രാപിച്ച് ഈശ്വര ഭക്തിയിൽ എത്തിച്ചേർന്നു എന്നാണ് അതിൻ്റെ പ്രമേയം. ഇതിൽ 3 ഒന്നിച്ചാണ് പറയുന്നത്. ഒരു സാമ്യമില്ലാത്ത 3 കാവ്യങ്ങളാണ്. ആശാൻ്റെ കരുണയും ആദ്യം എഴുതിയത് വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം, ഒടുവിൽ എഴുതിയത് ഉള്ളൂരിൻ്റെ പിങ്കള. അതേപോലെ മുണ്ടശ്ശേരി മാസ്റ്റർ താരതമ്യപ്പെടുത്തി എഴുതിയിട്ടുമുണ്ട്. അതിൽ 2 വരികൾ വിദേഹരാജ്യമാണ്. ദുഗ്ധമിരുന്നൊരീ അധ്വരപാത്രത്തിൽ മദ്യമിതെങ്ങനെ വന്നു ചേർന്നു. ദുഗ്ധം എന്ന് പറയുന്നത് പാലാണ്. അധ്വരപാത്രം യാഗപാത്രമാണ്. യാഗത്തിന് ഉപയോഗിക്കുന്ന പാലാണ്. അതിൽ ഇപ്പോഴിരിക്കുന്ന അതിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന മദ്യമാണ്. ഇതെങ്ങനെ വന്നു ചേർന്നു. സീതയെപ്പോലെ പാതിവൃത്യത്തിൻ്റെ പര്യായമായ ഒരു മഹിളാരത്നം കഴിഞ്ഞ ഈ സ്ഥലത്ത് പിങ്കളയെപ്പോലൊരു വേശ്യയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് ഉള്ളൂരെഴുതിയ വിസ്മയത്തോടുകൂടി എഴുതിയ 2 വരികളാണ്. ഞാൻ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പറയണം, ഈ 2 വരികളാണ് ഓർമ്മ വരുന്നത്. കവിതയെക്കുറിച്ച് ഓർക്കുമ്പോഴല്ല, ഈ 2 വരികൾ. മഹാത്മാഗാന്ധിയെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിതം ആരംഭിച്ചത്. ഗാന്ധിജി വെടിയേറ്റ് വീണു എന്ന് റേഡിയോയിൽ അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞവർ ധാരാളമുണ്ട്. അന്ന് ഗദ്ഗതകണ്ഠനായി പട്ടേലും നെഹ്റുവും പറഞ്ഞത് നാളെ എല്ലാവരും ഉപവസിക്കണം എന്നാണ്. ഞാനിന്ന് കോളേജ് വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഉപവസിക്കാൻ അനേകം പേരുണ്ട്. ആ കാലം എവിടെ പോയി? ഗാന്ധിജി ഇരുന്ന കാലം എവിടെ? സോണിയാഗാന്ധി ഇരിക്കുന്ന കാലം എവിടെ? അല്ലെങ്കിൽ മറ്റ് ഒരു ഭരണാധികാരി ഇരിക്കുന്ന കാലം ഇത്? നമുക്കൊന്നും വാർത്തയല്ല. 100 കോടി കൊടുത്തൊക്കെയാണ് ആളുകൾ MP-മാരെ മാറ്റുന്നത്. മാറ്റുന്നവൻ യോഗ്യനാണ്. അവന് യാതൊരു കുഴപ്പമില്ല. ഇല്ലേ, മാർക്ക് ആൻ്റണി പറഞ്ഞതുപോലെ വേറെ ഓണറബിൾ മാൻ. അവർക്കൊരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കക്ഷിയിൽ നിന്ന് മത്സരിക്കുന്നു, മറ്റൊരു കക്ഷിയിൽ പോകുന്നു. നേടിയ തന്നെ. പുതിയ അലയൻസ് വേണോ? ശരി, വരട്ടെ. ഇതൊന്നും ഒരു മൂല്യമോ മാനദണ്ഡമോ നമുക്കില്ലാത്തതായ ഒരു ഘട്ടത്തിൽ നാം ജീവിക്കുന്ന ആശാൻ്റെ ചരമശതാബ്ദി ഈ രീതിയിൽ നിഷ്പ്രഭമായി തീരുന്നത് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. എനിക്ക് ഒട്ടും തന്നെ അസ്മാനമില്ല. കാരണം നാം ജീവിക്കുന്നത് അധപ്പതനത്തിൻ്റെ ഏതാണ്ട് നെല്ലിപ്പഴിയോടൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മനുഷ്യജീവിതത്തിൽ ഏതിനാണ് മൂല്യം ഇതിനല്ലാത്തത്? ആശാൻ സാഹിത്യത്തെക്കുറിച്ച് എഴുതിയത് ഒരുപാട് എഴുതിയിട്ടുണ്ട്. സാഹിത്യം എഴുതുക മാത്രമല്ല, സാഹിത്യത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതിൽ നൈഷധത്തെക്കുറിച്ച്, ഭാഷാ നൈഷധം, ഒരു വിമർശനം എഴുതിയിട്ടുണ്ട്. പദ്യത്തിലാണ് കേട്ടോ. വിമർശനം പദ്യത്തിലല്ല, ഭാഷാനൈഷധം പദ്യത്തിലാണ്. സംസ്കൃതം. അതിലെഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്യം, മനുഷ്യന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ സാഹിത്യമാവുന്നു. അവർക്ക് എഴുതാൻ പറ്റുമത്. പണമല്ല, അധികാരമല്ല, അവൻ്റെ സാഹിത്യമാണ്. അതൊക്കെ എത്രയോ ജന്മാന്തരങ്ങളിൽ നേടിയ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരുത്തൻ കവിയാവുന്നത്, അല്ലേ? അല്ലാതെ ഒരാൾ കവിയാകാൻ സാധിക്കില്ല. അതിനു മുമ്പ് വളരെ എഴുതിക്കൂട്ടുവിൻ കൂട്ടുകാരെ,
കാവ്യം എഴുതി കൂട്ടുകാരെ എന്ന് പറഞ്ഞ് കവിത എഴുതി കളി എഴുതി പ്രൊഫസർ തോമസ് മാത്യു അവരോട് പറഞ്ഞു. അതാണ് വെച്ചിരുന്നത്. ആൾ എഴുതി കൂട്ടുകയും ചെയ്തു. നമുക്ക് വളരെ സംപൂജ്യനായ കവിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. സംപൂജ്യനാകുന്നത് അദ്ദേഹം മഹാഭാരതം വ്രതമെടുത്ത ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ഒന്ന് വിളക്കെത്തിച്ച് വെച്ച് 3 വർഷം മറ്റോ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. എത്ര വർഷം ഓർമ്മയില്ല. ഭാരതം മുഴുവൻ തർജ്ജമ ചെയ്ത് നമുക്ക് തന്നു എന്നതിലാണ്. 1,25,000 ശ്ലോകങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പദ്യം, ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു പദ്യം, തീപ്പെട്ടിയില്ലാത്തത് കൊണ്ട് കൗതർക്ക് ഏർപ്പെട്ട കഷ്ടം പറയാവതല്ല, ഇപ്പോഴതെന്മാതിരി ഒന്നുമില്ല, തീപ്പെട്ടിയില്ലാത്തൊരു വീടുമില്ല. ഞങ്ങൾക്കെല്ലാം അറിയാലോ. ദ്വിതീയാക്ഷപ്രാസമുണ്ടില്ലേ, വൃത്തത്തിന് യാതൊരു കുഴപ്പമില്ല. ഇത് കവിതയാണോ? തീപ്പെട്ടിയില്ലാത്ത വീടില്ലെന്ന് പറയുന്നതാണോ കവിത? അതുപോലെ അനേകം പദ്യങ്ങൾ കവിതകൾ എഴുതി കൂട്ടുകാരെ എഴുതി കൂട്ടുകയും ചെയ്തു. അത് ഭാഷയിൽ വരുന്ന ഒരു കളിയാണ്. ചിലർ പശ്ചിമലയാളത്തിൽ വരും അതിനിടയിൽ, അത് നല്ലതാണ്. ചില സംസ്കൃതം. 2 നമ്പൂതിരിമാർ തമ്മിൽ സംസാരിച്ചൊരു കഥയുണ്ട്. ഒരു നമ്പൂതിരി ചോദിക്കുന്നത്, ഹേ വിപ്രം നമ്പൂതിരിയാണ്, ബ്രാഹ്മണനാണ്, താങ്കൾ അവിടെ നിന്ന് ഇവിടം വരേക്കും ആവിപ്രയോഗ ശകടം വഴി വന്നതാണോ? ആവിപ്രയോഗ ശകടം നമ്മുടെ തീവണ്ടി. ഇപ്പോൾ മറ്റേ നമ്പൂതിരി പച്ചമലയാളക്കാരനാണ്. തീവണ്ടി ഏറി എറണാകുളം എത്തി, പിന്നെ കേവഞ്ചിയാണ് അവിടെ നിന്ന് ഇവിടം വരേക്കും. അത് 2 സ്റ്റൈൽ കാണിക്കുക. എത്രയേ ഉള്ളൂ, നല്ല കവിതയില്ല. ഈ സ്റ്റൈലിനെ പറ്റിയേക്കും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഘട്ടമാണ്. അതിലെല്ലാം ഭിന്നമായി കവിത എൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവെരിയുന്നതിൻ്റെ ഫലമാണ് എന്ന് വരുന്നത് ആശാൻ്റെ കാലത്താണ്. പഴയ ഒരു പാശ്ചാത്യ കവി മിൽട്ടനാണ് പ്രീഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ് എന്നാണ് കവിതയെക്കുറിച്ച് പറയുന്നത്. ഒരു ഉന്നതാത്മാവിൻ്റെ ജീവരക്തമാണിത്, കളിയല്ലേ. ആ ജീവരക്തമാണ് കവിത. അത് ആസ്വദിക്കുന്നതിനും അതുപോലൊരു വാസന ആവശ്യമുണ്ട്. ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. കവിത നിങ്ങളെല്ലാം മറന്നുപോകും. നല്ല കവിത വായിച്ചാൽ നിങ്ങൾ അത് പലതും മറന്നുപോകും. ഞാൻ മറന്നുപോയിട്ടുള്ള ആളാണ്. ഭക്ഷണം കഴിക്കാൻ മറന്ന് പുസ്തകം വായിച്ചിട്ട് കവിത വായിച്ചിട്ടുള്ള ആളാണ്. കവിത എന്ന് പറയുമ്പോൾ നോവലാവാം, നാടകമാകാം, മറ്റു പലതുമാകാം. പണ്ട് കവിത എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആ കാലവും പോയി. ഒരൊറ്റ ആൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് ആശാൻ്റെ 2 വരികൾ ചൊല്ലാമെന്ന് ചോദിച്ചതിന് അറിയാൻ പാടില്ല. ഞാൻ ചോദിച്ചത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനോടാണ്. 2 വരി കവിതകളിലേക്കെന്നറിയാമോ? തപ്പുകയാണ് എല്ലാവരും. ഇപ്പോഴെല്ലാം ഇത് ഞെക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് എഴുതാൻ കിട്ടും. ഇപ്പോൾ കാലം മാറി. മഹാത്മാഗാന്ധി എവിടെ? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരെ? എന്തിനു കൊന്നു? കൊന്നവൻ ഹീറോയാണോ അല്ലയോ? ഇതൊക്കെയാണ് നമ്മുടെ തർക്ക വിഷയം. ആ സ്ഥാനത്ത് ആരൊക്കെ വന്നിരിക്കും? പൊതുവിൽ ജീവിതത്തിലുണ്ടായ മൂല്യരാഹിത്യം, ച്യുതി എന്ന് ഞാൻ പറയില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിലുള്ള ച്യുതി എന്ന് പറയുന്നത് വളരെയധികം നിരാശാജ. ഇത് കാണാൻ ഞാൻ ജീവിച്ചിരുന്നു എന്നതാണ്. ഒരുപക്ഷെ അത് ഞാനൊരു സാക്ഷിയായി ജീവിച്ചൊരു നല്ല കാര്യമായിരിക്കാം. ബെൻഹർ എന്ന് പറയുന്ന ഫിലിമിൽ നിങ്ങളത് ഈശ്വരാധീനത്തിൽ കണ്ടു കാണില്ല എന്ന് വിചാരിക്കും. അതിൽ ജീസസിനെ ക്രൂസിഫൈ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. സംവിധായകൻ വളരെ മനോധർമ്മമുള്ള ആളായതുകൊണ്ട് ഇതൊന്നും അടുത്ത് കാണിക്കില്ല, വളരെ അകലെയാണ് ഈ കാണിക്കുന്നത്. പക്ഷെ ഇത് കാണുന്നത് ഒരു മഴ പെയ്ത് ഒഴുകി വരുമ്പോൾ ഇതൊക്കെ ചോര കലർത്തി വരുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം. എന്നല്ല, അപ്പോഴൊരു വൃദ്ധൻ തലമുടിയും താടിവിശെല്ലാം നരച്ച് താഴ്ചരിഞ്ഞ് നോക്കി എന്നിട്ട് പറയുന്നത്, നിർത്തി പറയുന്നതല്ല, വിധമാണ്. ഐ ലീവ് ടു ലോങ് ടു സീ ദിസ്. ഇത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടി എന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരർത്ഥം ഞാൻ പറയുന്നില്ല. ഇത് കാണേണ്ടതാണ്, ഞാൻ എല്ലാവരും കാണേണ്ടതാണ്, കണ്ടെത്താവും.
പക്ഷെ അത് മനസ്സിലാക്കുന്നവർ, അതിൽ പരിതപിക്കുന്നവർ ഇന്ന് പ്രായേണ കാണാറില്ല. സംഘടനാ ഭാരവാഹികളെടുത്താൽ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. കുമാരനാശാൻ അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ ഒരു ചുമതല ഗുരു ഏൽപ്പിച്ചത് കൊണ്ട് എന്തിനാണ് ഉപരിവിദ്യാഭ്യാസത്തിന് അയച്ചത്? അദ്ദേഹം പോയി സന്യസിക്കാനാണ്. എന്തിന് സന്യസിക്കാൻ പോയി? അശാന്തിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ്. വയറ്റുകുഴപ്പിന് വേണ്ടി സന്യസിക്കാൻ പോകുന്നവരുണ്ട്, വളരെ ഗുരുവായി ഭരിക്കാൻ പോകുന്നവർ. ഇപ്പോഴും അവിടേക്ക് അതാണ് നടക്കുന്നത്. എല്ലാ തിന്മകളുമുള്ള ആളുകൾ സന്യാസം സ്വീകരിച്ച് സന്യാസത്തിൽ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഒരാൾ ജലസമാധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അവസാനം ഉണ്ടായിരുന്ന കേസ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഇദ്ദേഹം അപഹരിച്ചു കൊണ്ടുപോയി എന്നുമ്പോഴത്തെ ക്രിമിനൽ കേസാണ്. അത് സന്യാസിയാണ്, സന്യാസി യോഗ്യനാണ്. അദ്ദേഹം ആരാധകന്മാരുണ്ട് ഇപ്പോഴും. അദ്ദേഹം സമാധി അടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. സന്യാസവൃത്തിയിൽ അങ്ങനെയല്ല ആശാൻ പോയത്. ആശാൻ പോയത് താൻ അനുഭവിക്കുന്ന അസഹ്യമായ അശാന്തിയിൽ നിന്നും മോചനം നേടാൻ സന്യാസമാണ് മാർഗം എന്ന് കരുതിയ അവിടുത്തെ ചിന്നസ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ എല്ലാ നിയമാദികളും അനുഷ്ഠിച്ചാണ് കഴിഞ്ഞത്. അതിനിടയിൽ ഗുരു ഒരു ചുമതല ഏൽപ്പിച്ചു. ഈ ആശ്രമത്തിൻ്റെ ഭരണവും മറ്റു കാര്യങ്ങളും നോക്കി, അതുകൂടി കുമാരൻ നോക്കൂ. കണക്കെഴുതണം, ഭക്ഷണം വാങ്ങിക്കണം, കൊടുക്കണം, അതിനൊക്കെ ലൗകികമായ വശമുണ്ട്. അത് ചെയ്തുകൊണ്ടാണ് കഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വിളിച്ച് പറഞ്ഞത്, കുമാര ഒരുങ്ങും, വേഷം മാറി, നമുക്ക് ബാംഗ്ലൂരിൽ പോകാം. ഒരുങ്ങി. 18 വയസ്സേ ഉള്ളൂ വന്ന്. കൂടെ കൊണ്ടുപോയി എവിടെ എത്തിച്ചേർന്നു? ഡോക്ടർ പൽപ്പുവിൻ്റെ വീട്ടിലാണ് എത്തിച്ചേർന്നത്. ഈ ഡോക്ടർ പൽപ്പു ആരാണ്? അദ്ദേഹം ഒരു വിചിത്രമായ ജീവിയാണ്. ഇവിടെ നിന്നും ജാതിയുടെ എല്ലാ പാവങ്ങളും അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ BA പാസ്സായി. ആദ്യം ഒരു 5 രൂപ ജോലി സർക്കാർ കിട്ടാൻ അപേക്ഷിച്ച് കൊടുത്തില്ല. കാരണം ഇവൻ ചോവനാണ്, അവനെന്ത് കാര്യം അപേക്ഷിക്കുക. അദ്ദേഹം മറന്നല്ല, ഇദ്ദേഹം പാസ്സായി. മെഡിക്കൽ കോളേജിൽ പോകാനുള്ള സർട്ടിഫിക്കറ്റിന് എഴുതി ജയിച്ചു, കൊടുത്തില്ല, പോകാനുള്ള അനുവാദം കൊടുത്തില്ല. പ്രായം കൂടിപ്പോയി. ജനനത്തീയതി ജാതകം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പിന്നെ അദ്ദേഹം മദ്രാസിൽ പോയി. മറ്റേ സഹോദരൻ അവിടെ പോയിരുന്നു. അവിടെ നിന്നാണ് മെഡിക്കൽ ഡോക്ടറായത്. ഇവിടെ ഡോക്ടറായി ജോലി കൊടുക്കുകയില്ല. കാരണം ശ്രീപത്മനാഭൻ്റെ ദാസനാണ്, ദൈവദാസനാണ് രാജാവ്. അന്നദാതാവായ ഉന്നതിദേവിനെ ന്യായം പാടി നടന്ന കുട്ടിക്കാലത്ത് കൊടുക്കാതിരുന്നിട്ട് അദ്ദേഹം അങ്ങനെയൊരു ആദ്യം മദ്രാസിൽ പോയി, മൈസൂരിൽ പോയി. അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഈ ഔഷധങ്ങൾ കുത്തിവയ്ക്കുന്നത് കൊണ്ടാക്കുമല്ലോ, അതിൻ്റെ ചുമതലയാണ്. ഡോക്ടറായി കഴിഞ്ഞ് അവിടെ സേവനം അനുഷ്ഠിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു, ഉപരിപഠനം യൂറോപ്പിൽ പോകണം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, വേറെ എവിടേക്കുണ്ട്. അത് അനുവദിച്ച് കിട്ടിയ സന്ദർഭത്തിൽ എല്ലാവരും കുഴപ്പം സംഭവിച്ചു. എന്ത് പറ്റിയെന്നറിയാവോ? പ്ലേഗ് പിടിച്ചു. ബാംഗ്ലൂർ മുഴുവൻ പ്ലേഗാണ്. പ്ലേഗ് പിടിച്ചപ്പോൾ എല്ലാ ഡോക്ടർമാരും, പ്ലേഗ് വെച്ചാൽ ചത്തുപോകും, എലി ചത്തു വീഴുന്നതാണ് ഒരു ഫ്രഞ്ച് നോവലിൽ എലി ചത്തു വീഴുന്നതിനൊക്കെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. ആൽബർട്ട് ക്യാമിൻ്റെ പ്ലേഗ്. അപ്പോൾ ഈ പ്ലേഗ് ചത്തുപോകുമെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഡോക്ടർമാർ സൂക്ഷിക്കണം, ലീവ് എടുത്ത് പോയി. ലീവ് അനുവദിച്ച് കിട്ടിയ ഡോക്ടർ പൽപ്പു ലീവ് ക്യാൻസൽ ചെയ്ത് അവിടെ വന്നു. അന്ന് അദ്ദേഹം സ്നേഹിതനയച്ചൊരു കത്തുണ്ട്. ഞാനിത് എഴുതുമ്പോൾ എനിക്ക് ചുറ്റും 28, ഞാൻ വെറുതെ കണക്ക് എനിക്ക് ഓർമ്മയില്ല, ചീത്തകൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറിനകം മരിക്കുമെന്ന രീതിയിൽ 10-50 പേർ കിടപ്പുണ്ട്. പലരും രോഗഗ്രസ്തരാണ്. ഇതിനിടയിൽ പഴയ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ പോലെ ഞാനിവിടെ ഇരുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുക. അതിനു മുമ്പ് അദ്ദേഹം കിറുക്കനായിരുന്നു. കിറുക്കൻ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുമ്പോൾ
ബാംഗ്ലൂരാണ്. ഞാൻ ബാംഗ്ലൂർ ആദ്യം പോകുന്നത് 1940കളുടെ അവസാനത്തിലാണ്. അന്ന് അതിനെപ്പറ്റി പറയുന്നത് എയർ കണ്ടീഷൻ സിറ്റി ഓഫ് ബാംഗ്ലൂർ എന്നാണ്, ഇന്ത്യ എന്നാണ്. നല്ല തണുപ്പാണ്, രാത്രി ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അന്നും കടത്തിലുണ്ടായി കളിക്കുന്ന വീടില്ലാത്തവരുണ്ട്, നാടില്ലാത്തവരുണ്ട്. ഗാന്ധിജി പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് പ്രശ്നം വരുമ്പോഴും ആലോചിക്കേണ്ടത്, ഞാനൊരു അത്ഭുത വിദ്യ പറഞ്ഞു തരാം. ഇത് വസ്ത്രം കൊടുക്കാനില്ലാത്തവൻ, ഭക്ഷണം കഴിക്കാനില്ലാത്തവൻ, വീടില്ലാത്തവൻ, തെരുവിൽ കിടക്കുന്ന തെണ്ടികളുണ്ട്. അവന് പ്രയോജനപ്പെടുത്തുമോ എന്നത് പ്രാഥമികമായി മാനദണ്ഡമാണ്. ഇദ്ദേഹം അങ്ങനെ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെയാണ്. അവിടെ ചെന്ന് സെക്കൻഡ് ഹാൻഡ് ഇത് കമ്പളി പതിപ്പ് വാങ്ങിച്ച് ഈ ഉടനെ കിടക്കുന്ന തെണ്ടികളുടെ പുറത്ത് ബസ്സിട്ട് വെട്ടിക്കും. അവർക്കറിയാം ഇതാരും കൊതിച്ചു വന്നു. അങ്ങനെ ഒരു വിചിത്ര സ്വഭാവമുള്ള ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ തണുത്ത് കൊണ്ടിലാക്കുന്നത്. അദ്ദേഹത്തെ വീട്ടിൽ പലരും നിന്ന് സൗജന്യമായി വീട്ടിൽ താമസിച്ച് പഠിച്ചോളാൻ പറയും. അത് ഹിന്ദു തന്നെ വേണമെന്നില്ല, മുസ്ലിംസ് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മുസ്ലിംസും സഹായിച്ചിട്ടുണ്ട് ആദ്യം ആ ചിന്തയെ. കാരണം അദ്ദേഹം ഗുരുവിൻ്റെ കണ്ടുപോകുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് പഠിച്ചു. ആദ്യം മദ്രാസിൽ, പിന്നെ ബാംഗ്ലൂരിൽ, പിന്നെ കൽക്കട്ടയിൽ. ഗുരു എന്താ പറഞ്ഞത്, ഇവൻ അപൂർവ സിദ്ധികളുള്ള ഒരു ചെക്കനാണ്. അവൻ ഉന്നത പഠനത്തിലൂടെ അവൻ്റെ നിലീനമായ സിദ്ധിവിശേഷങ്ങൾ ലോകാനുഗ്രഹപരമായി നോക്കിയിട്ട്, ലോകാനുഗ്രഹം ഒരു ആശാൻ കവിതയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ലോകാനുഗ്രഹപരയായിടും കരയിൽ ദൻ ശ്രീകാൽത്താരുടെ അടിയങ്ങൾ കൊമ്പിടുന്നു. അങ്ങനെയാണ് അത് പിന്നെ വരുന്നുള്ളൂ. അവിടെ നിന്ന് ബംഗാൾ ഇവിടുന്ന് പഠിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. കൽക്കട്ടയിൽ ചെന്ന് നല്ലപോലെ പഠിച്ചു. അവിടെ വെച്ചാണ് ആദ്യം ഒരു കവിതയായിട്ട് പരിചയപ്പെടുന്നത്. അതാണ് ഇംഗ്ലീഷ് കവിത, എറ്റ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ. അതാണ് ആശാൻ തർജ്ജമ ചെയ്ത ശ്രീബുദ്ധചരിതം. 924 പലനയാറ്റിൽ ശവം പുറത്തെടുത്തപ്പോൾ ആ പോക്കലിൽ ഇതിൻ്റെ അവസാന 5ാം ഭാഗത്തിൻ്റെ പകർത്തി എഴുതിയ നോട്ട് കൊണ്ടുവരുന്നുണ്ട് ആശാൻ. അതിൽ മുഖവരിയിൽ ഭാനുമതി വീഴുന്നുണ്ട്. പലനയാറ്റിൽ പാഴ്ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത വെള്ളം നിറഞ്ഞെങ്കിൽ 5 പോയെങ്കിലും അക്ഷരങ്ങൾ കാണാമായിരുന്നു. അതാണ് 5ാം ഭാഗം. അപ്പോൾ അത് തുടങ്ങിയത് വീണ് വീഴുന്ന കാലത്തിന് തുടങ്ങിയിരുന്നു. ഈ ഒരു ആശാൻ വല്ലാതെ ആകർഷിച്ചിരുന്നു. മറ്റൊന്ന് കണ്ടത് അവിടെ ഇംഗ്ലീഷ് പഠിച്ചു. മറ്റൊന്ന് കണ്ടത് അന്ന് ബംഗാളിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതിക്കെതിരായി, ഉച്ചനീചത്വത്തിനെതിരായി അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതിലൊരാൾ ബ്രഹ്മസ്വാമിയാണെന്ന് തോന്നുന്നു തുടങ്ങിയത്. ടാഗോറാണ്, ചെറുപ്പക്കാരൻ, സുമുഖൻ. ടാഗോർ വളരെ സുമുഖനും. നമുക്ക് അവസാനത്തെ പടം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. ടാഗോർ ഇതിൽ പങ്കെടുക്കുകയും നാടകങ്ങളിൽ പോലും അഭിനയിക്കും. ടാഗോറിനൊരു നാടകമുണ്ട്, സന്യാസി. അത് പിന്നീട് അദ്ദേഹം മാറ്റി. അതിനകത്ത് ഒരാൾ സന്യാസിയായി പോയി ആത്മാവിനെ ആത്മാവിൽ കണ്ട് പരമാനന്ദം അനുഭവിക്കുന്നതിന് കഴിയുന്നതിനിടയിൽ നാട്ടുപുറത്ത് വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി വന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നത്. എല്ലാം തോലുമായ കുട്ടി പരീക്ഷീണയായിരിക്കുന്നു. നീ ആര്? ഞാൻ വാസന്തിയാണ്. നിനക്കെന്ത് പറ്റി? ഞാൻ പോകരുതാത്ത ഒരു ദേവാലയത്തിനടുത്ത് പോയതുകൊണ്ട് തന്നെ അവർ കല്ലെറിഞ്ഞ് കൊല്ലും. ഓടിക്കുകയാണ് ഞാൻ. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. എന്നെ സ്വാമി രക്ഷിക്കണം. അപ്പോൾ സ്വാമി ബ്രഹ്മാത്തയിൽ നിന്ന് പതുക്കെ ഓർക്കാതെ വീണുപോയി. നീ ഇവിടെ കിടന്നോളൂ. പതുക്കെ ഉറക്കഴിഞ്ഞപ്പോഴാണ് സ്വാമി ഓർക്കുന്നത്, എന്താ കാര്യം, ഞാൻ ലൗകിക ബന്ധം ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ പോയവൻ വീണ്ടും ബന്ധത്തിൽ വന്നിരിക്കുന്നല്ലോ. പെട്ടെന്ന് അവളെ വിളിച്ചെഴുത്തി കുട്ടി പോകും, ഞാൻ ഈ ബന്ധം യാതൊന്നുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് വീണ്ടും ആശ്രമത്തിലേക്ക് പോവുകയാണ്. അവൾ ഞാൻ അപേക്ഷിച്ചു, സ്വാമി ഉപേക്ഷിക്കരുത്. അവിടെ ചെന്ന് തൻ്റെ ആശ്രമത്തിലിരുന്ന് ഏകാന്തമായ ധ്യാനത്തിൽ ബ്രഹ്മത്തെ ആത്മാവിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മം വരുന്നതിൽ ആനന്ദം കിട്ടുന്നില്ല. അവിടെ ഒരു പെൺകുട്ടിയുടെ എന്നെ രക്ഷിക്കണമെന്ന ദീനവിലാപം മാത്രം ആ ഹൃദയഭിത്തിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അത് സഹിക്കാതായപ്പോൾ നാട്ടിലേക്ക് വീണ്ടും വരും. ഈശ്വരൻ വരുന്നില്ല.
നാട്ടിലെത്തി കണ്ടവരോട് ഞാൻ ചോദിക്കും, നിങ്ങളാരെങ്കിലും വാസന്തി അറിയുമോ? ഒരുപാട് വാസന്തി വരണ്ട. ഒരുത്തൻ പറയും, അങ്ങ് ഉദ്ദേശിക്കുന്ന സ്വാമി ഉദ്ദേശിക്കുന്നത് ആ ചെള്ളാരിപ്പെണ്ണാണ് ആന്ന് ചോദിച്ചു. അതെ, അവൾ മരിച്ചെത്തുപോയി. ഈ മരണം പെട്ടെന്ന് സ്വാമിയെ വരുത്തി. ഇതാണ് ദൈവം. ദൈവം അവളുടെ കരച്ചിലാണ്. എന്നിട്ട് അതിലേക്ക് ലൗകിക ജീവിതത്തിലേക്ക് മടങ്ങിപ്പോരുന്നതാണ് ആദ്യത്തെ വേർഷൻ. അതാണ് ഇതാണ് ദൈവം അവിടെ. ടാഗോർ പിന്നീട് ഗീതാഞ്ജലിയിൽ എഴുതുന്നുണ്ട്, അമ്പലത്തിലെ മുമ്പിലിരുന്ന് രുദ്രാക്ഷ വെണ്ണുകയും ജപമാല ജപിക്കുകയും ചെയ്യുന്ന അല്ലയോ ഭക്ത, നീ കണ്ണു തുറന്ന് നോക്കുവോട് ദൈവമില്ല, വെറും കരിക്കല് മാത്രമാണുള്ളത്. നിനക്ക് ദൈവത്തെ കാണണോ? ദൈവത്തെ കാണണമെങ്കിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളിലെത്തണം. ഈ വീക്ഷണമാണ് ഗുരുവിനുണ്ടായിരുന്നതെന്നും അത് തന്നെയാണ് ശ്രീബുദ്ധനും ആശാക്കേണ്ടത്. മടങ്ങി വന്നു. പക്ഷേ മടങ്ങി വന്ന ഇതിപ്പോൾ എല്ലാം പഠിച്ച് മടങ്ങി വന്നു കഴിഞ്ഞ് ആശ്രമത്തിൽ ലഭിച്ചതുപോലെ ഒരു ചുമതല SNDP യോഗത്തിൻ്റെ കാര്യദർശിയാകുമ്പോൾ 1903 കാര്യദർശിയായി. ഓഫീസുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവിടെ ശമ്പളം 40 രൂപ എന്ന് വെച്ച് ഞാനൊക്കെ മറന്നുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ കത്തുകൾ വരുന്നു കണ്ടിട്ടുണ്ട് 100-ാം വർഷം വന്നപ്പോൾ 1973. അതിൽ ഓരോരുത്തർക്ക് പണക്കാർ കത്തെഴുതുന്നതാണ്. അവർക്ക് കത്തയക്കാൻ സ്റ്റാമ്പ് വായിക്കാൻ കാശില്ല, ഒരു 5 റുപ്യ അയച്ചാൽ കൊള്ളാം. അതില്ല. അതിൻ്റെ തൂപ്പ് ചെയ്യുന്നത് മുഴുവൻ തൂപ്പുകാരി അഥവാ തൂപ്പുകാരൻ കുമാരനാശാനാണ്, സെക്രട്ടറി. അതിൻ്റെ കണക്കെഴുതുന്നത് കുമാരനാശാനാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് ജീവിച്ച ഈ 40 രൂപ ശമ്പളം ഉണ്ടല്ലോ, അത് ഡിസംബർ 31-ാം തീയതി 40 രൂപ ശമ്പളം ചെലവ് കുമാരന്. അടുത്ത ജനുവരി 1-ാം തീയതി വരവ് കുമാരൻ്റെ സംഭാവന 40 രൂപ എഴുത്തള്ളുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ശമ്പളം കൈപ്പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ, ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അവിടെ തന്നെ തർപ്പണം ചെയ്യുകയാണ്. അതാണ് അന്നിരുന്ന സെക്രട്ടറി. ഇവിടെ നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സംഘടിപ്പിക്കുക, എന്താ ഈ ചോവൻ എന്ന് പറയുന്ന സമുദായത്തെ സംഘടിപ്പിക്കുക എന്നുള്ളത് അവൻ അറിയുന്നവർക്ക്, നിങ്ങൾക്ക് അതിൽ ആയിരിക്കും ഒരേ പേര് കാണും. അവൻ തമ്മിൽ തെല്ലാൻ ഏറ്റവും വാസനയുള്ള ഒരു സമുദായമാണ്. പണ്ട് ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന പട്ടി പരാതി പറഞ്ഞ ഒരു കഥയുണ്ട്. പട്ടി പറയുന്ന മനുഷ്യൻ ഏറ്റവും അധികം വിശ്വസ്തയോടെ സേവിക്കുന്നവൻ ഞാനാണ്. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കുന്ന നായൊരു നല്ല മൃഗം എന്ന പാട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ മനുഷ്യൻ വിരോധം വരുമ്പോൾ എല്ലാവരെയും പട്ടിയെന്നാണ് വിളിച്ച് ആക്ഷേപിക്കുന്നത്. അവനെ പശു ഒന്നും വിളിക്കാറില്ല, ഒന്നും വിളിക്കുക, പട്ടിയെന്നാണ് വിളിക്കുക. കൂടാ പട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ആക്ഷേപം. ഞങ്ങളെ ഈ അപമാനത്തെ രക്ഷിക്കണം. അപ്പോൾ അത് എൻ്റെ ഭാര്യ പറഞ്ഞ്, അവർ പറഞ്ഞത് സത്യമല്ലേ, നിങ്ങളൊന്നും പറഞ്ഞിരിക്കുന്നത്, അവർ സതി കാണിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ ജന്തുക്കളും അത് പശുക്കൾ ഒന്നിച്ചെന്ന് കഴിക്കും, സിംഹം ഒന്നിച്ചതിൻ്റെ ഇര തിന്നെല്ലാം വരും. പട്ടിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വഴി കിടന്ന് അങ്ങോട്ടും കുറച്ച് കടിക്കുകയാണ്. ഇത് തന്നെയാണ് വിളിക്കാൻ കാരണം പട്ടിയെന്ന്. ഏതാണ്ട് അതിനോട് സാമ്യമുള്ള സ്വഭാവം ഈഴവ സമുദായത്തിനും പൊതുവിൽ പിന്നോക്ക അധകൃത സമുദായങ്ങൾക്കും ഉണ്ട്. കാരണം അവർ ഏറെക്കാലം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. എഴുത്തും വായനയും പഠിപ്പിക്കില്ല, അമ്പലത്തിൽ കയറ്റിയില്ല, പള്ളിക്കൂടത്തിൽ കയറ്റിയില്ല, വിദ്യാഭ്യാസമില്ല. അവൻ്റെ വിദ്യാഭ്യാസം അനുവദിച്ചപ്പോൾ തന്നെയും അതിനെ പറ്റി കെ രാമകൃഷ്ണപിള്ള എനിക്കറിയാമോ, സ്വദേശാഭിമാനി സാക്ഷാൽ എഴുതിയത്, ഏറെക്കാലം തലച്ചോറിൽ കൃഷി ചെയ്തവരെയും ഏറെക്കാലം പാടത്ത് കൃഷി ചെയ്തവരെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നത് പോത്തിനെയും ആടിനെയും വലിയ നുഖത്തിൽ കെട്ടുന്നത് പോലെയാണ്. അതുപോലെ സഹിക്കാൻ പറ്റിയില്ല. ആ ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യമാണ് ഈ മാറ്റം. ഒന്ന് കുമാരനാശ തരുന്ന സ്ഥലത്ത് ഇന്നായിരിക്കുന്നു. ദുഃഖമിരുന്നൊരു അധ്വര പാത്രത്തിൽ എന്താ വന്നു ചേർന്നത്? മദ്യം. ഇതെങ്ങനെ വന്നു ചേർന്നു? ഈ മാറ്റം എല്ലാത്തിനും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ കാണുമ്പോൾ ഒരു സ്ഥലത്തെ കവിക്കാരല്ല, എത്ര ഉണ്ടെന്നറിയാമോ? 100 പേര്, 100 കവികൾ ക്യൂ നിൽക്കണമെന്ന് വായിക്കുക. എത്ര പുസ്തകം പ്രസിദ്ധീവകാശിതമാണ്. ഇതിൻ്റെയൊക്കെ മൂല്യം എന്തെന്ന് നാം പറഞ്ഞു പോയിരിക്കും. ഇത് ഒരു ഉന്നതാത്മാവിൻ്റെ വിലപ്പെട്ട ജീവരക്തമാണെന്ന് നാം മറന്നുപോയിരിക്കും. അത് വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം.
ഏകാന്തം വിഷം അമൃതമാക്കി എന്നാണ് ആശാൻ എഴുതിയിരിക്കുന്നത്. വിഷത്തെ അമൃതമാക്കി മാറ്റുന്നതാണ് കവിത. ജീവിതത്തിൽ വിഷം വാസവദത്ത കരചരണങ്ങൾ നാസികകൾ ഛേദിക്കപ്പെട്ട് മാംസമിതമായിട്ടാണ് ചുടുകാട് കിടക്കുന്നത്. അവിടെ ചുടുകാടിലാണ്. അവിടെ അപ്പുറത്തുള്ളത് കഴുകന്മാർക്ക് ഇങ്ങനെ അത് കാത്തു നിൽക്കുകയാണ്. ഇതൊക്കെ ഒന്ന് കൊത്തി കഴിക്കാൻ. കാക്കയുണ്ട്. തോണി മാത്രം ഒരു ചില്ല വെച്ച് രക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ നിർവഹണ രംഗത്തിൽ സാക്ഷാൽ ഉപഗുപ്തൻ വന്നുചേരുന്നത്. അതാണ് പ്രഭാത സമയവുമാണ്. നിഴൽവീശി അത് സമയം സൂചിപ്പിക്കുന്നത്. അത് സാധാരണമല്ല, പ്രഭാതമാണ്. ആ പ്രഭാതത്തിൽ വന്നുചേരുകയാണ്. ഇത് ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും നോക്കി നിൽക്കുമോ? അവിടെ ചെന്നാൽ മാംസമുണ്ട് കാണാൻ രസമുണ്ടല്ലോ? ഇല്ല. കാരണം ജീവിതത്തിലെ കൊടിയ വിഷത്തെ കവിത അമൃതമാക്കി മാറ്റുന്നു. കവിതയിൽ നമ്മൾ വായിക്കും. ഞാൻ പറഞ്ഞതോടെ വായിച്ചെങ്കിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അവിടെയാണ് സാക്ഷാൽ ബുദ്ധ ശിഷ്യൻ യജ്ഞനാഥനോടിൻ്റെ കവിത വായിച്ച സ്വാസ്ഥ്യനോടെയുണ്ട് ഉപഭോക്തൻ വന്നുചേരുന്നത്. അവിടെയാണ് ഉപഭോക്തൻ എന്ത് ചെയ്തു? ഈ കൊടിയ വേശ്യയെ ഒരു കാലത്ത് തൊഴിലാളിത്തലവനെ കൊന്നു. ചെട്ടിയാർക്ക് വേണ്ടി ചെട്ടിയാരുടെ കൂടെ പോയി ഇതെല്ലാം ചെയ്ത ഈ കൊടിയ വേശ്യയെ കരയായിക എന്താ വിളിക്കുന്നത്? ഭഗിനി, സഹോദരി എന്നാണ് വിളിക്കുന്നത്. ഈ പാപകൃത്യം ചെയ്തെങ്കിലും ഈ പുണ്യവതിയാണ്. അവൾക്ക് ലഭിക്കുന്നതും പുണ്യം തന്നെയാണ്. 2 സൂര്യരശ്മികൾ ഇറങ്ങി വന്ന് അവിടെ ആത്മാവിന് പകരം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അത്ഭുതം കവിതയ്ക്ക് മാത്രം സാധിക്കുന്ന, വേറെ ഒന്നിനും സാധിക്കില്ല. നമ്മളിപ്പോൾ സോണിയ എന്നൊരു പേര് വളരെ പരിചയമുണ്ടല്ലോ. സോണിയാഗാന്ധി അല്ല, അത് ഒരു റഷ്യൻ നോവലിലെ കഥാപാത്രമാണ്. അവൾ തെരുവേശ്യയാണ്. അവൾ നിങ്ങളത് വായിച്ചാൽ അവൾ മാലാഖയേക്കാൾ വിശുദ്ധയാണ്. ആ സിറ്റുവേഷൻ വായിച്ചാൽ അതിനകത്ത് ഏറ്റവും നല്ല ഒരു രംഗം ഒരു കൊലപാതകയും ഇവളും തമ്മിൽ ബന്ധപ്പെടുന്നതാണ്. ഏകാന്തമായ രാത്രിയിൽ, പാതിരാത്രിയിൽ അവളുടെ മുറിയിൽ ലോഡ്ജ് താമസിക്കുകയാണ്. ഒരു മെഴുകുതിരി വെട്ടത്തിൽ നായകനും ഇവളും ഒന്നിച്ചിരിക്കുന്നു. ആര്? കൊലപാതകയും തെരുവുവേശിയും. നിശബ്ദം. കൊലപാതകി പതുക്കെ ചോദിക്കുന്നു, ബൈബിളുണ്ടോ? ഉണ്ട്, എടുക്കാൻ പറയും. ഇവിടെ ഈ ബൈബിൾ എടുത്ത് വായിക്കുന്ന ലാസറിനെ കർത്താവ് ശവമാടത്തിൽ എഴുന്നേൽപ്പിക്കുന്ന രംഗമുണ്ട്. ഇതൊക്കെ വലിയ രംഗസാഹിത്യത്തിലുണ്ടായാലില്ല. അത് വായിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നല്ലോ, സ്വർഗസീമയുടെ അടുത്തെത്തിച്ചേരും. ആ രംഗം, കൊലപാതകയും തെരുവുവേശി ഒന്നിച്ചിരിക്കുന്ന രംഗം, അത് കവിതയ്ക്ക് മാത്രം സാധിക്കുന്നതാണ്. കവിത പദ്യത്തിലും ഗദ്യത്തിലുമാകും. അപ്പം അങ്ങനെ ഉള്ള ഒന്നാണ് കവിത എന്നാദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് 100 പേരുടെ കവിയരങ്ങും തുരുത്തിരാനിറങ്ങുന്ന പുസ്തകങ്ങളും അവാർഡുകളും തമാശയായിട്ട് കാണാവുന്നതാണ്. ഈ അവാർഡിൻ്റെ നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും വലിയ തമാശ, ആർക്കെങ്കിലും തോന്നിയവർക്കൊക്കെ അവാർഡ് കൊടുത്തിട്ട് അവാർഡ് കിട്ടുന്നതാണ് കവിതയുടെ ഭംഗിയെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? കവിത, ഞാൻ കവിയാണെന്നുള്ള എനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. എന്നെപ്പറ്റിയും പറയാറുണ്ട്, ഞാൻ ഇതൊക്കെ കിട്ടിയാലാണ്. അത് മാനദണ്ഡമായി കൊണ്ടുനടക്കുന്ന ഒരു കാലഘട്ടം, മൂല്യങ്ങൾ മറന്നുപോയ ഒരു കാലഘട്ടം. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ ഭരിക്കേണ്ടതാരാണ് എന്ന് ജനങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഒറ്റ ഉത്തരവാണ്, അത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധി ഒന്ന് അർത്ഥ ദൈവമായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും പൂജിച്ച, ഇന്ത്യ മാത്രമല്ല ലോകം, ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ തലമുറകൾ വിസമ്മതിച്ചേക്കുന്നതാണ് ഐൻസ്റ്റീൻ പറയുന്നത്, ലോകപ്രസിദ്ധനായ. പക്ഷേ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ല. നാം പൂജിക്കുന്നത് അനുയായികളുണ്ടായത് ഭരിക്കുന്നവർക്കാണ്. പിന്നെ ഇപ്പോൾ ഭരണം കിട്ടുന്നതിൻ്റെ പുറകെയല്ലേ ആളുകൾ മുഴുവൻ. അവനെ പൂജിക്കുക, പരസ്പരം മത്സരിച്ച് പ്രശംസിക്കുക. എഴുത്തുകാരൻ
അടിസ്ഥാനപരമായി ധിക്കാരിയാണ്. ആധുനിക കാലത്തെ ഒരു പാശ്ചാത്യ സാഹിത്യം പറഞ്ഞ എഴുത്തുകാരൻ ഒരിക്കലും ഭരണാധികാരിയാവുകയില്ല, അവൻ ഭരിക്കപ്പെടാൻ നിന്നു കൊടുക്കുകയുമില്ല. അവനുള്ള ഈ തൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അതിൻ്റെ എഴുത്തുകാരനാകാൻ പറ്റുള്ളൂ. പഴയ കാലം മാറി പാശ്ചാത്യ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യം ഏതായാലും ഒരു ടാഗോറില്ല. ജാലിയൻവാലാബാഗിൽ കൂട്ടക്കൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരെ കൊന്നപ്പോൾ ഈ ടാഗോറിന് സർസ്ഥാനം കിട്ടിയിട്ടുണ്ട്, നൈറ്റ്ഹുഡ് എന്ന് പറയും. അത് എഴുതിയൊരു കത്ത് വായിക്കേണ്ടതാണ്. എൻ്റെ സഹജാതര് എൻ്റെ നാട്ടിൽ പെട്ടി വെച്ച് കൊന്ന് ചോരയൊഴിച്ചത് കണ്ടു എനിക്ക് ഇതൊരു അപമാനമാണ്, തിരിച്ചെടുക്കുകയാണ് തിരിച്ചു കൊടുക്കുന്നു. വേറെ ആരും കൊടുത്തില്ലത്, അവരൊക്കെ മാന്യന്മാരുമാണ്. അപ്പം അത് നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റം മനസ്സിലാക്കാൻ ഈ ചരമശതാബ്ദി, ഞാൻ ജന്മശതാബ്ദിക്ക് വിളിച്ചുകൊണ്ട് പോയത് സാക്ഷാൽ പ്രൊഫസർ മുണ്ടശ്ശേരി മാഷയാണ്. അന്നവിടെ കൂടിയതുണ്ടല്ലോ കൊടുത്തു. ഞാൻ പോയത് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സാധാരണ സ്ഥലത്താണ്. 1,00,000 ആളുകൾ അന്ന് കൂടിക്കാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ വരുന്നു, ആശാനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കണം. അവർക്ക് പോയത് പല ഹൃദിസ്ഥമായിട്ട് കാലം മാറി ഇത്തരത്തിലായി. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ചുമതല കാവ്യാസ്വാദനം എന്ന ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ്. കാരണം അതൊരു സംസ്കാരമാണ്. കാവ്യാസ്വാദന ശീലം അത് ഒരു വാസന വേണം, അതൊരു സംസ്കാരവുമാണ്. അങ്ങനെ കാവ്യം അക്ഷരങ്ങളുമായി സല്ലപിക്കുകയും കാവ്യമാധുര്യം ആസ്വദിച്ചുകൊണ്ട് ബ്രഹ്മാനന്ദ സദൃശമായ രസം നുകരുകയും ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് അധർമ്മം സഹിക്കാൻ പ്രയാസമാണ്. അവരിലെന്നും ധർമ്മത്തിന് വേണ്ടിയുള്ള വെമ്പലും ഭക്തിനെയും ജ്വലിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഈ സമ്മേളനം അത്യന്ത വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു.